എല്ലാം സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ സാഫല്യത്തിൻ്റെ ഭഗവാൻ പ്രകശീലുള്ള വഴിപാടായി അദ്ദേഹം സമർപ്പിക്കുകയാണ്. ക്ഷേത്ര നിലയിലെത്തിക്കഴിഞ്ഞു. ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ. അങ്ങനെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ായ സ്ഥാനപ്രദക്ഷിണം സ്ഥാനപ്രദക്ഷിണമായിരുന്നു. അദ്ദേഹത്തിന് തീർത്ഥവും പ്രസാദവും നൽകുന്നു. എന്ത് തോന്നി? എനിക്ക് മനസ്സിന് വളരെയധികം തൃപ്തി തോന്നി. നമ്മുടെ സുരേഷ് ഏട്ടന് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ചെയ്യാൻ, ആ നല്ലവനായ ആ മനുഷ്യന് ഇത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. സുരേഷ് ഏട്ടാ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാണുക. സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി ഒരു കുടുംബം തന്നെ, തൻ്റെ വീട് തന്നെ സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ കൊണ്ട് നിറച്ച് പ്രചരണത്തിൽ തൃശ്ശൂർ ജില്ലയിൽ മുൻപന്തിയിൽ നിന്നിരുന്ന വ്യക്തിയാണ് ഉദയേട്ടൻ. ഉദയേട്ടൻ്റെ മനസ്സുപോലെ തന്നെ വമ്പിച്ച വിജയം കരസ്ഥമാക്കിയ സുരേഷ് ഗോപിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്ത് തന്നെയുള്ള ക്ഷേത്രത്തിൽ നേർന്നിരുന്ന ഒരു വഴിപാട് നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുകയാണ്. ഇതാ ഉദയേട്ടനോടൊരു ചോദ്യം. നിങ്ങൾ ഈ ഇപ്പോഴത്തെ ഉദ്യമത്തെ എങ്ങനെ കാണുന്നു? എന്താണ് നിങ്ങളുടെ ഉദ്യമം? നമസ്കാരം. നമ്മുടെ തൃശ്ശൂരിന് ഒരു നല്ലൊരു പൊതുപ്രവർത്തകനും നല്ലൊരു സേവകനുമായ നമ്മുടെ സുരേഷ് ഗോപിയെ കേരളത്തിൽ ആദ്യമായി തന്നെ നമ്മുടെ താമരയെ വിരിയിച്ചു തന്ന നമ്മുടെ തൃശ്ശൂരിലുള്ള എല്ലാവർക്കും ആയിരം അഭിനന്ദനങ്ങൾ. ഒരു കാര്യം പറയാൻ ഞാൻ നിങ്ങളോടിരിക്കുന്നു. നമ്മുടെ സുരേഷ് ഗോപി നമ്മുടെ തൃശ്ശൂരിലെ ഒരു മന്ത്രിയായി ഇന്ന് സ്ഥാനമേൽക്കുകയാണ്. ആ മന്ത്രിപദം ഏറ്റെടുത്താൽ ഒരു കാര്യം നമ്മളുടെ തൃശ്ശൂരിലുള്ള ജനങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഇടതുപക്ഷക്കാരായോട്ടെ, കോൺഗ്രസ് ആയോട്ടെ, ഏത് പാർട്ടിക്കാരായോട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ നമ്മുടെ സുരേഷ് ഏട്ടൻ ഉണ്ടായിരിക്കും. അതിനുറപ്പ് ഞാൻ പറയുന്നു. അദ്ദേഹം ജയിക്കാൻ വേണ്ടി ഞാനെടുത്ത ഒരു വഴിപാടാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ പരിപാടി. അത് ഞാൻ പൂർത്തീകരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹം ക്ഷേത്രത്തിന് മുന്നിൽ റോഡിൽ ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ടാണ് സുരേഷ് ഏട്ടനുള്ള വഴിപാട് പൂർത്തീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശയനപ്രദക്ഷിണം ആരംഭിക്കുകയാണ്.
ഏകദേശം നമ്മൾക്ക് നോക്കിയാലേ അറിയാം നല്ലൊരു ദൂരം താണ്ടുവാനുണ്ട്. അദ്ദേഹം സുരേഷ് ഗോപിച്ചാട്ടിന് വേണ്ടി നിരവധി വഴിപാടാണ് എന്നാണ് പറയുന്നത്. ഇത്രയും വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് സുരേഷ് ഗോപിയെ വിജയത്തിലെത്തിക്കുവാൻ പാടുപെട്ട ഒരുപാട് നല്ല പ്രവർത്തകരുടെ വിജയമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അദ്ദേഹം തുടരുകയാണ്. നമ്മുടെ മുന്നിലായി കാണുന്നത് കൊട്ടാരം ശിവക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ്. സാക്ഷാൽ വടക്കുന്നാഥൻ്റെ തനിസ്വരൂപമായ പരമശിവൻ തന്നെയാണ് അവിടുത്തെ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയ്ക്ക് മുന്നിലാണ് ഉദയേട്ടൻ്റെ ശയനപ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ഭഗവാനോടുള്ള കടപ്പാട്, തൻ്റെ കൂടെ നിന്ന് എൻ്റെ മനസ്സിലെ സാഫല്യങ്ങളെ നിവർത്തിച്ചിരുന്ന ഭഗവാനോട് ഉള്ള കടപ്പാടാണ് അദ്ദേഹം നിറവേറ്റുന്നത്.